الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيموا الصلاة ويؤتوا الزكاة ويطيعوا الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിനെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, ശാശ്വതമായ സ്വർഗം അത് നേടിയെടുക്കുന്നതിൽ തികഞ്ഞ ജാഗ്രത ഉള്ളവരായി മാറുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബസമേതം സ്വർഗത്തിലെത്തുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് അണയുകയും അള്ളാഹുവിന്റെ വജ്ഹിനെ വിശ്വാസികളോടൊപ്പം ദർശിക്കുകയും ചെയ്യുന്ന മഹാസൗഭാഗ്യവാന്മാരായ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. നമുക്കറിയാം, ഇസ്ലാം എപ്പോഴും വിവാദങ്ങളിലാണ് കൂടുതൽ വളർന്ന് പന്തലിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു ചരിത്രമാണ്. വിശ്വാസികളും അല്ലാത്തവരുമായ കപടവിശ്വാസികളെ കൊണ്ടുപോലും ഈ ദീനിനെ നാം വിജയിപ്പിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രവാചകന്റെ യശസ് പോലും എതിരാളികളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളുടെ പ്രചാരണത്തിലൂടെ അള്ളാഹു വർദ്ധിപ്പിച്ചു. അലം നശ്റഹ് ലക സദ്റക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിശാലമായി ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ്, ആ ശത്രുക്കളുടെ എതിരാളികളുടെ ഒക്കെ വിമർശനങ്ങളെ വിശാലമായ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് ഞാൻ നിനക്ക് പ്രദാനം ചെയ്തില്ലേ. മാത്രമല്ല വറഫഅനാ ലക ദിക്റക, നിന്റെ യശസ്സിനെ അതൊക്കെ വഴി ഞാൻ ഉയർത്തുകയും ചെയ്തു. നിന്റെ പ്രശസ്തി അല്ലെങ്കിൽ നിന്റെ അതിനെ കുറിച്ചുള്ള അറിവ് ലോകത്തിലുടനീളം എത്തുവാൻ കാരണമാക്കിയ അത്തരം സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ ആഴ്ചകൾ ദിവസങ്ങളോളമായി അതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഒക്കെ ഭാഗമായി കൊണ്ട് തന്നെ എതിരാളികളും
അല്ലാത്തവരുമൊക്കെ ഉപയോഗപ്പെടുത്തിയ വലിയൊരു ചർച്ച ഇപ്പോഴും അത് കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ. പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ചാനലുകാരനോ മറ്റോ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് വിവാദമായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. RSSകാരൊക്കെ ഫാസിസ്റ്റുകളൊക്കെ വളരെ വിശാലമായ അർത്ഥത്തിലാണ് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കുട്ടികൾ യഥാർത്ഥത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. നിഷ്കളങ്കരായ കുട്ടികളെ സത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ദീൻ പഠിപ്പിക്കുകയും അവർ പഠിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങൾ അത് പല ആളുകൾക്കും വലിയ പാഠമാണ്. പലപ്പോഴും അവരുടെ നിലപാടുകളുടെയൊക്കെ അടിമുടി ഇളക്കിക്കളയുന്ന വാക്കുകളായൊക്കെ മാറുന്നുണ്ട് എങ്കിൽ അതും അറിയപ്പെട്ട ഒരു മഹാകുടുംബത്തിലെ അംഗം കൂടിയാവുമ്പോൾ അത് വലിയ അനുഗ്രഹമായി അള്ളാഹു മാറ്റിത്തരിക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശത്രുക്കളായ എതിരാളികളായ ആളുകൾ പല പ്രയോഗങ്ങളും ആ കുട്ടിയെ കുറിച്ച് നടത്തുന്നുണ്ട്. പാണക്കാട്ടെ ബീവി പള്ളിയിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദങ്ങൾ പടർത്തി വിടുകയാണ്. പിതാവ് അതിനെ നല്ല ഇസ്ലാമിക മനസ്സുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും നല്ലൊരു വഴിയിലേക്ക് വഴിതിരിച്ച് വിടുവാൻ ശ്രമം നടത്തിക്കൊണ്ട് അത് ഇത്തരം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഒരു കുട്ടിയുടെ മാത്രം വർത്തമാനമാണ്, പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് അവളുടെ അഭിപ്രായപ്പെട്ടത് അതൊരു കുട്ടിയുടെ മാത്രം അഭിപ്രായമായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാദങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് തടയുന്ന ഒരു പിതാവിന്റെ മനസ്സും ഒരു പക്വതയുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക അടിത്തറയിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ വരേണ്ടത് എന്ന കസ്തത്തിൽ നോക്കുമ്പോൾ അതും ഇസ്ലാമികമായ ഒരു നിലപാട് തന്നെയായിട്ട് നമുക്ക് അതിനെയും കാണാൻ സാധിക്കും. ഏതായാലും ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാമികമായ അടിസ്ഥാന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ മഹാ ഇരുട്ടിലായിരുന്നു നമ്മുടെ കേരളം ഉൾപ്പെടെ. കേരളം അല്പം വിദ്യാഭ്യാസമുള്ള ഉൽപ്പതിഷ്ണുക്കളുടെ ഒക്കെ ഒരു നാടാണെങ്കിൽ പോലും, ഇന്ത്യയിൽ അത്യാവശ്യം നിലവാരമുള്ള ഒരു നാടാണെങ്കിൽ പോലും, ആ നാട്ടിൽ പോലും അന്ധകാരത്തിലായിരുന്നു ഈ സമൂഹവും സമുദായവും ഒക്കെ ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കിടന്നിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സന്ദർഭത്തിലാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്ന് ഒരുപാട് അടിസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ മർമ്മങ്ങളിൽ കൈവക്കുകയും എന്നിട്ട് അതിന്റെ ജനകീയമായ രൂപത്തിലേക്ക് അതിനെ പഠിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിന്റെ പരിണിത ഫലവും കൂടിയാണ് ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ തലമുറകൾ എന്ന് നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ മേഖലയിൽ പ്രത്യേകിച്ച് കൂരാകൂരിട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ വിദ്യാഭ്യാസം പാടില്ലാത്ത, ഖുർആൻ വായിക്കാൻ പോലും പഠിക്കാൻ പാടില്ല എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആണ് ഖുർആൻ ഓതിയാലും പെൺകുട്ടി ഖുർആൻ ഓതാറില്ല. കാരണം ഖുർആൻ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് തുടങ്ങി ഒരുപാട് ഇസ്ലാമിക വേഷം പാടില്ല. എനിക്കറിയാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രേരണ കാരണം എൻ്റെ കുടുംബത്തിലൊക്കെ ഒരു സ്ത്രീ ആദ്യമായി പർദ്ദയിട്ട് പുറത്തിറങ്ങിയപ്പോ ഇതേ പ്രയോഗം പ്രയോഗിച്ചിരുന്ന സഹോദരിമാർ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ബീവി ആയിണം അവളിപ്പോ ബീവി ആയിണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പർദ്ദയിടുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തില് ഏതോ തങ്ങൾമാരും ബീവിമാരും മാത്രം ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമ്മളുടെ തന്നെ കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ തന്നെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട് അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥം വെക്കാനോ ആശയം ഗ്രഹിക്കാനോ പാടില്ല. കാരണം അർത്ഥം വെച്ച ഒരു ഗ്രന്ഥവും മുഖത്തില്ലാത്ത, കേരളത്തിൽ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ് പോയിരുന്നത്. പള്ളിയിൽ അവർ പിന്നെ തീരെ വരാൻ പാടില്ല എന്നത് അന്ന് ഒരു യാഥാർത്ഥ്യമായി. എല്ലാവരും ഇന്നും അങ്ങനെ തന്നെ, പല ആളുകളും അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് പിന്നീട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും സ്ത്രീയുടെ സാന്നിധ്യം തന്നെ പാടില്ല എന്നായിരുന്നു ഈ അടുത്ത കാലഘട്ടം വരെ കേരളം അത് വിശ്വസിച്ചു പോന്നിരുന്നു. എന്നിട്ട് അവരുടെ സ്ഥലം എന്താണ്?
അടുക്കളയിലാണ്. അടുക്കളയിൽ തന്നെ നമ്മുടെ വീടകം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, സിറ്റ് ഔട്ട് ആയിരിക്കും ഏറ്റവും ഉഷാറിലുണ്ടാവുക. അടുക്കള എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു ഇരുട്ട് കാലഘട്ടമായിരുന്നു. അതൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒരു അടുക്കളയൊക്കെ ആയിരുന്നു പല വീടുകളിലും ഉണ്ടായിരുന്നത്, വീടിന്റെ ഭാഗമായിട്ട് പോലും ഉണ്ടായിരുന്നു. ആ അടുക്കളയായിരുന്നു അവരുടെ ഗേഹം. അതും ഏറ്റവും ബാക്ക് ഭാഗങ്ങളിൽ. ഇന്നൊക്കെ ഇപ്പൊ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ അടുക്കള രൂപപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത കോലത്തിൽ ഒതുക്കി വെക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. മാത്രമല്ല 2 സമയത്ത് മാത്രമായിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇറങ്ങിയിരുന്നു. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ ഒരു കച്ചവടം ഉറപ്പിക്കും. വിവാഹം എന്ന് പറയുന്നത് കച്ചവടമാണ്. പണ്ടവും പൈസയൊക്കെ കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് ആ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഭർതൃഗൃഹത്തിലേക്കൊന്ന് പുറത്തേക്ക് ഇറക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു പുറത്തിറങ്ങലും പിന്നീട് മരിച്ചാലാണ് പുറത്തിറക്കുക. കാരണം ഇനി പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മരിച്ചാൽ പുറത്തിറങ്ങി. 2 സമയത്തല്ലാതെ പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടം സ്ത്രീകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നത് വളരെ വലിയൊരു സത്യമാണ്. ആര് നിഷേധിച്ചാലും ശരി, അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മരിച്ച് മയ്യത്തായാൽ തന്നെ എന്താണ്, നമസ്കാര സ്വാതന്ത്ര്യം പോലും, ഉമ്മക്ക് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും തടയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. വാപ്പ മരിച്ചാൽ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നും തടയപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ആ മയ്യത്ത് നമസ്കാരം അത് കുറച്ച് ഉസ്താക്കന്മാരും കുറച്ച് ആളുകൾ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കഴിക്കുന്ന ഒരു ഇടപാടായിട്ട് മയ്യത്ത് നമസ്കാരത്തെ പോലും ഒരു സ്ത്രീക്ക് അങ്ങനെ അത്രത്തോളം തടയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ കുട്ടിയൊക്കെ എഴുന്നേറ്റ് ഫാത്തിമ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന പുത്രിയുടെ പേരിട്ട ആ പെൺകുട്ടിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവൾക്ക് അടിയുറച്ചു നിൽക്കുവാൻ, അത്തരം കുട്ടികൾക്ക് അടിയുറച്ചു നിൽക്കുവാനുള്ള ഒരു ശേഷി കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിന് മാത്രം ദുരന്തങ്ങൾ ഒരു കാലത്ത് ക്രൈസ്തവ സമൂഹത്തിനേക്കാളും അവസ്ഥ മോശമാണോ എനിക്ക്. ക്രൈസ്തവ സമൂഹം എന്തായിരുന്നു, പെണ്ണിന് ആത്മാവുണ്ടോ എന്ന ചർച്ചയിൽ നടന്നിരുന്നത്. പെണ്ണ് മനുഷ്യനാണോ എന്നൊക്കെയാണ്. മാത്രമല്ല അവൾ ആരുകൂടിയാണ്, ആദിവാദിയാണ്. അതുകൊണ്ട് പാപത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടവളാണ് പെണ്ണ് എന്നായിരുന്നു അവരൊക്കെ പറഞ്ഞു നടന്നിരുന്നത്. അതുക്കും മേലെ ഏതൊരു സിനിമയുടെ പേര് അതുക്കും മേലെ ആയിരുന്നു മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ചില ഉണർത്തലുകൾ ഉണ്ടല്ലോ, ചില ഫാത്തിമമാര് ഈ കാലഘട്ടത്തിൽ, അതും നല്ല നല്ല കുടുംബങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതിൽ നമ്മൾ ആത്മാർത്ഥമായി ആവേശം കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ സ്ത്രീകളെ സമാനമായിട്ട് പോലും നിർത്താൻ, പുരുഷനോട് കിടപിടിപ്പിച്ചു പോലും നിർത്താൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല സ്ത്രീകളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് റസൂൽ ശാസ്ത്രം പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ആണിനും പെണ്ണിനും തുല്യതാണ് കേട്ടോ, ബാളുക്കും ബിംബാദ്, നിങ്ങൾ ഒന്നാണ്, ഒരേപോലെയാണെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുകയും മാത്രമല്ല എന്നിട്ട് പെണ്ണിനെ എടുത്തു ഉയർത്തുകയും ചെയ്യുന്ന അവസ്ഥകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. സമമായി നിർത്തിയതിനു ശേഷം ഒന്നിനെ പൊക്കുക, അത് സ്ത്രീയാണ് പൊക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കൾ ഒന്നിച്ചു പറഞ്ഞതിന് ശേഷം മാതാവിനെ എടുത്തു പറയുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മാതാവ്, അതുകൊണ്ട് മാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. മാത്രമല്ല അവ ഭാവിയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് മാത്രമല്ല, അവളല്ല ഭാവി ആദമാണെന്ന് തിരുത്തി ഖുർആൻ. അവനിൽ ഞാൻ ദൃഢനിശ്ചയം കണ്ടില്ല, ആദമിൽ നാം ദൃഢനിശ്ചയം കണ്ടില്ല. ആ ആദമിനെ തടഞ്ഞില്ല എന്നതാണ് ഹവ്വ ചെയ്ത പാപം. തടയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ മൗനം പാലിച്ചത് കാരണമാണ് അല്ലാത്ത പാപങ്ങളൊന്നും. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീയെ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗം നമുക്ക് ധാരാളമായി ഇസ്ലാമിക ലോകത്ത് കാണാൻ സാധിക്കും. നോക്കും നിങ്ങൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് തൗബയിലെ 71-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. സത്യവിശ്വാസികളും വിശ്വാസിനികളായ സ്ത്രീകളും പരസ്പരം സഹായികളും ആത്മമിത്രങ്ങളുമാണ്. പരസ്പരം എല്ലായിടത്തും ഒരുമിച്ച് തന്നെയാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു ബദറിലും ഉഹദിലും ഒക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം, യുദ്ധമുഖത്ത് പോലും സ്ത്രീയെ കൂടെ കൂട്ടിക്കൊണ്ട് അവർക്ക് അവസരം നൽകിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ഇസ്ലാമാണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചത്. ഇതാണ് ഇസ്ലാം. ഖുർആനാണ് നേർക്കുനേരെ പറയുന്നത്. എന്താണ്? പരസ്പരം സഹായികളും ആത്മമിത്രങ്ങളുമാണ്. അന്യായമായ കൂടിച്ചേരൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ന്യായമല്ലാത്ത കൂടിച്ചേരൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അന്യായമായ സകലതിനെയും ഇസ്ലാം തടഞ്ഞതിന്റെ കൂട്ടത്തിൽ അതും തടഞ്ഞിട്ടുണ്ട്. അന്യായമായതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല.
അത് പാപമാണ്, തെറ്റാണ്. ന്യായമായ രീതിയിൽ എല്ലാം ഏത് കാര്യവും ന്യായമായ രീതിയിൽ ചെയ്യാൻ അനുവാദമുള്ളൂ. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ആ ന്യായം സ്ത്രീകളുടെ കാര്യത്തിൽ അത് തടയാൻ, അത് അന്യായമായി പറയാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അവർ ഒന്നാണ്, ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. എന്നിട്ട് അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ സ്ത്രീകളും അതായത് വിശ്വാസികളും വിശ്വാസിനികളും ഒരുമിച്ച് കൊണ്ട് ചെയ്യേണ്ട പണി എന്താണ്, അവരുടെ ജോലി എന്താണെന്ന് ഖുർആൻ തുടർന്നുള്ള ആയത്തിൽ പറയുകയാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കും. മാത്രമല്ല വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കും. സാമൂഹികമായ പ്രവർത്തനമാണ്. സാമൂഹിക വീടകങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിലുള്ള മുഴുവൻ നന്മകളും അവർ നടപ്പാക്കുന്നവരുടെ പണിയാണ് അവരുടെ പണി. മാത്രമല്ല അവർ സമൂഹത്തിലുള്ള സകല തിന്മകളും നിരോധിക്കുന്ന പ്രവർത്തനമാണ് അവരുടെ കർമ്മരംഗം എന്ന് പറയുന്നത്. അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മേഖല ഇതാണ് എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറയുകയും എന്നിട്ട് അവർ സ്ഥാപിച്ചെടുക്കുന്ന അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യും. ഇപ്പൊ പള്ളി ഉണ്ടാക്കലും പള്ളി നടത്തലും ഒക്കെ പുരുഷന്റെ മാത്രം പണിയല്ല, സ്ത്രീയുടെ പണിയാ. സ്ത്രീയും കൂടെ കൂടിച്ചേരേണ്ട പണിയാണ്. അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യും സമൂഹത്തിൽ. അവർ ഒരുമിച്ച് തന്നെ ആ പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുമെന്നാണ്. വയൂത്തൂന സക്കാത്ത്, സക്കാത്ത് അവർ നടപ്പാക്കും. സക്കാത്തിനെ അവർ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യും. വയുത്തിയുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ഒന്നിച്ചവർ അനുസരിക്കുകയും ചെയ്യും. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഇത്തിബാ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു റസൂൽ എന്തൊക്കെ പറഞ്ഞു ആ കാര്യങ്ങൾ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് തന്നെ അതിനെ പിൻപറ്റി അതിനനുസരിച്ച് അവർ ജീവിതം ചിട്ടപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ പ്രഖ്യാപനം നടത്തുകയാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരാകുന്നു, ആ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘമാകുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയപ്പെടുന്നവർ. ഇന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അള്ളാഹു ഏറ്റവും പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. അവന്റെ വർത്തമാനമാണ്, എന്തോ വിളിച്ചു പറയല്ല, ഇതാണ് യാഥാർത്ഥ്യം. അത് പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തുല്യ നിലയിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അതുകൊണ്ടാണ് മക്കൾക്കിടയിൽ റസൂൽ പറഞ്ഞു, മക്കൾക്കിടയിൽ നിങ്ങൾ വിവേചനം കൽപ്പിക്കരുത് കേട്ടോ, ഞാൻ വല്ലവർക്കും പ്രാധാന്യം കൊടുക്കുന്നു, മഹത്വം കൊടുക്കുന്നുവെങ്കിൽ അത് പെൺകുട്ടികൾക്കാണ് കേട്ടോ എന്നും പറഞ്ഞു. എന്നിട്ട് എന്റെ മകൾ ഫാത്തിമ കരളിന്റെ കഷ്ണമാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ സദസ്സിലേക്ക് ഫാത്തിമ തന്നെ കടന്നു വരാറുണ്ട്. പുരുഷന്മാരോട് ആ പ്രവാചകൻ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ സദസ്സിലേക്ക് ഫാത്തിമ തന്നെ കടന്നു വന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ആ പ്രഭാഷണം നിർത്തി പ്രവാചകൻ അവരെ സ്വീകരിച്ചുകൊണ്ട് നെറുകയിൽ മുത്തം കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം ആണ് പ്രവാചകൻ പ്രഭാഷണം തുടരാറുള്ളത്. ആ അർത്ഥത്തിൽ പ്രവാചകൻ അവസാന കാലത്ത് ഇത്തികാഫിരിക്കുമ്പോൾ ഉൾപ്പെടെ പ്രവാചകന് ശേഷവും പള്ളിയിൽ അവർ ഇത്തികാഫ് എന്ന 160 ചില്ലാനം ഹദീസുകൾ സഹിയായ സനദോടുകൂടിയ ഇതിനെയൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥമാണ് അതിനുള്ളത്? എന്നാൽ അപ്പോ അവർക്ക് വീടകമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, അതും പറഞ്ഞിട്ടുണ്ട്. അതും അവരോടുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമാണ്. പുരുഷന്മാരെല്ലാ വക്ത നമസ്കാരവും നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് അതിന്റെ വൻ പുണ്യങ്ങൾ 27 ഇരട്ടി പ്രതിഫലം അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് എല്ലാ വക്തിനും പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല. അവരുടെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, വല്യമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ വീടകത്തുള്ള ചുമതല നിർവഹിക്കുക വഴി 5 നേരം പള്ളിയിലേക്ക് ഇങ്ങനെ വന്ന് പുണ്യം നേടാൻ സാധ്യമല്ലാതെ വന്നപ്പോ സങ്കടപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിൽ വന്നു അവർ. അപ്പൊ റസൂല് പറഞ്ഞതാണ്, നിങ്ങൾ വീടകത്ത് നമസ്കരിച്ചാലും നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞതാണ്. അവർക്ക് ഇളവ് കൊടുത്തതാണ്, ആനുകൂല്യം കൊടുത്തതാണ്. അല്ലാതെ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല എന്ന് മക്കയിലും കഅബയിലും ഒക്കെ പോയി മദീനയിലും ഒക്കെ പോയി കണ്ട കുട്ടികളെ കണ്ണു നേർക്ക് നേരെ കണ്ട കുട്ടികളെ തടയാനുള്ള ശ്രമം അബദ്ധമാണ്. മക്കയിലും മദീനയിലും ഉള്ളതിനേക്കാളും വലിയൊരു ഇസ്ലാമും ദീനും അത് RSSകാർ ഉപയോഗപ്പെടുത്തുന്നു. RSSകാർ പറയാണ്, ശരിയാണ് കേട്ടോ അവര് പറഞ്ഞത്, പള്ളിയിൽ തന്നെയാണ് ഫിത്തന. സ്കൂളിൽ കോളേജിൽ പോയാലൊന്നും ഒരു ഫിത്തനുമില്ല. അതേപോലെ സ്കൂളിലും കോളേജിലും അതുപോലെ അങ്ങാടിയിലും കല്യാണ വീട്ടിലും ഒന്നും ഫിത്തനല്ല. ഫത്തന് വിമാനം കിടക്കുന്ന എവിടെ? ശരി തന്നെയാണ്, ഫിത്തനന്റെ കേന്ദ്രം തന്നെയാണ് പള്ളി. അതുകൊണ്ടാണല്ലോ ഒരു പെൺകുട്ടികൾക്ക് സ്ത്രീകള് എവിടേക്ക് പോകാൻ അനുവാദം കൊടുക്കുകയും പള്ളിയിലേക്ക് പോവാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നുവെങ്കിൽ ആ പരിഹാസത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? പറയേണ്ടതാണ്. പള്ളിയിലാണ് എല്ലാ ഫിത്തനയും എന്ന് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത പിടിപ്പിച്ചില്ലാത്ത കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ, ഇതൊന്നും പാർട്ടിയും സഖ്യവും കക്ഷികളും വേർതിരിച്ച് കാണേണ്ടതല്ല. ഇത് അസ്ലാണ്, ഇസ്ലാമിന്റെ മർമ്മമാണ്. ഇത് ഓപ്പണായി കിട്ടുന്നില്ല എങ്കിൽ നമ്മളുടെ തലമുറകൾ കൂരാക്കൂരി ഇരുട്ടിലാണ്. അതുകൊണ്ടാണ് തുർക്കിയിലെ പ്രധാന ഭരണാധികാരി പറഞ്ഞു, ഇപ്പൊ നിലവിലുള്ള ഭരണാധികാരി പറഞ്ഞു, ഇനിയും പള്ളിക്കകങ്ങളിൽ കുടുംബസമേതം നിങ്ങൾ കുട്ടികളോടൊപ്പം വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അടുത്ത തലമുറ നിങ്ങൾക്കില്ല കേട്ടോ എന്ന്. അടുത്ത തലമുറ നിങ്ങൾക്കില്ല.
അത്തരക്കാർക്ക് ഉണ്ടാവുകയില്ല. കുട്ടികളെ പള്ളിയോട് മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് കുടുംബസമേതം പള്ളിയിൽ വന്ന് അഭയം തേടുന്ന ഒരവസ്ഥയില്ലെങ്കിൽ അടുത്ത തലമുറ നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്കങ്ങനെ സംസ്കാരമുണ്ടോ? പിഞ്ചു കുട്ടികളെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഉപ്പയായും വെല്ലിപ്പയായും നമ്മൾ അറിയപ്പെടുന്നുണ്ടോ? ആ ഭാര്യയും കുട്ടികളുടെ കൂടെ വരുമ്പോഴാ കുട്ടികളെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ചെറിയ കുട്ടികളെ കാര്യമാണ് പറഞ്ഞത്. റസൂൽ സ്വല്ലല്ലാഹു കാലഘട്ടത്തിൽ മാതാവ് അവിടെ ഇല്ലാതെയല്ലല്ലോ ഹസനും ഹുസൈനും ഓടിക്കളിച്ചിരുന്നത്. സുജൂദിൽ കയറുമ്പോ സുജൂദിൽ പെരടിയിൽ അത് കയറിയിരുന്നത്. അതേപോലെ പള്ളിയിൽ ഓടിക്കളിക്കുമ്പോ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നോമന പേരക്കുട്ടിയെ അത് തടഞ്ഞു വീണപ്പോ ആ കുത്തുബ നിർത്തിയിട്ട് താഴെ ഇറങ്ങിക്കൊണ്ട് അത് ഒക്കത്ത് കെട്ടിക്കൊണ്ട് പ്രവാചകൻ കുത്തുബ നടത്തിയത്. ഉമ്മ ഉണ്ടാവുമല്ലോ, ആ പ്രായത്തിലുള്ള കുട്ടികളെ ഉമ്മ ഉണ്ടാവണല്ലോ. ഉമ്മല്ല അടർത്തി കൊണ്ടുവരലല്ലോ ചെയ്യുന്നത്. അത് ആ അർത്ഥത്തിലുള്ള മാതൃക ഇസ്ലാമിലുള്ളൂ. ആ ഇസ്ലാം അതൊരു കുട്ടി കണ്ട ആ കുട്ടി പറയുമ്പോ ഒറ്റപ്പെടുത്തരുത്. അതിനെ പരിഹസിക്കുന്ന ഒരവസ്ഥ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളൊരു തിന്മ കണ്ടാൽ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ ഈ അർത്ഥത്തിലുള്ള സഹാബികളുടെ മാതൃക നോക്ക്. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും വിമർശിച്ചുകൊണ്ടത് പറയണം. നമ്മളൊക്കെ വളർന്ന ഞാനൊക്കെ ഇത്തരം കുടുംബത്തിൽ തന്നെയാണ്. ഇത്തരം വല്ലിപ്പാന്റെ ഒക്കെ മക്കളായിട്ടാണ് നമ്മളൊക്കെ വളർന്നു. മാലയും മൗലൂദും കുറച്ച് കാര്യങ്ങളും മാത്രമേ അറിയുള്ളൂ എന്ന് മുൻകാലത്ത് സ്ത്രീകൾക്ക്. കാരണം ഖുർആൻ അവർക്ക് അറിഞ്ഞുകൂടാ. അത് പാട്ട് കേട്ട് പഠിക്കുകയാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത കാലഘട്ടത്തിൽ ഖുർആൻ പഠിച്ചു. ഇത് വലിയ സംഗതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ മദ്രസകൾ അവർക്ക് ഓപ്പണാക്കി കൊടുത്തു. മദ്രസകൾ അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ ഒന്നും ഇല്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കുത്തുബ അതുപോലുള്ള സംഗതികളൊക്കെ നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. പള്ളി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ല കുത്തുബയുടെ കാര്യത്തിലൊക്കെ. മാത്രമല്ല ഇസ്ലാമിയ കോളേജ് തുടങ്ങി വനിതകൾക്ക് മാത്രം. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ചേതമംഗലൂർ അങ്ങനെ ഒരു കോളേജ് തുടങ്ങുന്ന സമയത്തുണ്ടായ വിവാദങ്ങൾ. ഇപ്പൊ എത്ര ഇസ്ലാമിക കോളേജ് പെൺകുട്ടികൾക്ക് അൽഹംദുലില്ലാഹ് എല്ലാവരും മത്സരിച്ച് നടത്തുന്നുണ്ട്. വലിയ മാറ്റമാണ്. പെൺകുട്ടികൾക്ക് മാത്രം ഒരു കോളേജ് തുടങ്ങി എന്ന് പറയുന്നത് അന്ന് വലിയ സംഗതിയാണ്. ഒരു വനിതാ മാസിക തുടങ്ങി. നോക്ക് നിങ്ങൾ, വനിതാ മാസിക പെണ്ണ് തന്നെയാണ് അതിൽ എഴുതേണ്ടതെന്നാ. പെണ്ണുങ്ങൾ തന്നെയാണ് അതിന്റെ എഡിറ്റിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. മാത്രമല്ല ലക്ഷത്തിലേറെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ മാത്രം നടത്തുന്ന സമ്മേളനം നടത്തി. ഇതിനൊക്കെ വേണ്ടി എന്ത് ചെയ്തു? 1965 കാലഘട്ടത്തിൽ പൊതു സ്റ്റേജിൽ സ്ത്രീയെ കയറ്റി പ്രസംഗിപ്പിച്ചു. ഇതിവിടെ നടപ്പായി കിട്ടാൻ വേണ്ടി 1965 നമ്മളൊക്കെ പലരും ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അത് സലഫി പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം അനുഗ്രഹീതമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. സമ്മേളനങ്ങൾ കുറ്റിപ്പുറത്താണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനം. കേരളം കണ്ട ഏറ്റവും വലിയ സമ്മേളനം. ആ സ്റ്റേജും അതിന്റെ അടിമുടി മൈക്ക് സെറ്റും മുഴുവനും സ്ത്രീകളാണത് കൈകാര്യം. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളാക്കി അവർക്ക് 1 ലക്ഷത്തിലേറെ സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടിക്കൊടുത്ത ആ സമ്മേളനങ്ങളൊക്കെ വളരെയധികം ചരിത്രത്തിൽ അത് വലിയ മാറ്റങ്ങളാണ് അതുവഴി ഉണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭൗതിക കലാലയങ്ങളിൽ ഇസ്ലാമിക വേഷം ഉണ്ടായിരുന്നില്ല. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത്തരം പ്രസ്ഥാനങ്ങൾ ചെയ്ത പണി അത് ഇസ്ലാമിക കലാലയങ്ങളാണെന്ന് തോന്നുമാറ് അനുഗ്രഹീതമായ വേഷം ധരിച്ച് വെറുതെ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ വരുന്നുണ്ട് എങ്കിൽ അതിന്റെയൊക്കെ പിന്നാമ്പുറത്തുള്ള ഇസ്ലാമിനെ കാണണം. അത് കൊണ്ടുവന്നത് ആരാണെങ്കിലും ശരി അത് ഇസ്ലാമി പ്രവാചകന്റെ ചര്യയാണ്. ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സമരരംഗത്ത് സ്ത്രീകൾ കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും അവർ ഒരുമിച്ച്. അവിടെയാണല്ലോ സാമൂഹിക രംഗത്ത് പ്രകടനങ്ങളിൽ സ്ത്രീകളെ അണിനിരത്തുകയാണ്. പ്രകടനങ്ങളിൽ പങ്കെടുക്കണം. പ്രതിഷേധ പ്രകടനങ്ങൾ സ്ത്രീകളും കുട്ടികളും കുടുംബസമേതം വരണം. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രകടനത്തിന് എന്താണ് വ്യത്യാസം? അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ഉഹുദ് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ പ്രവാചകനെ സംരക്ഷിച്ചത് ഒരു വനിതയല്ലേ? നമ്മളത് പറഞ്ഞു കൊടുക്കാറില്ലേ? പറയാറില്ലേ? പ്രവാചകനോടൊപ്പം ഇന്നും മക്കയിലും മദീനയിലും അന്ന് മുതൽ തുടങ്ങിയതല്ലേ? ബാബു നിസാ എവിടെ നിന്നുണ്ടായി? മദീനയിലെ ബാബു നിസാ എവിടെ നിന്നുണ്ടായതാണ്? എന്നാണ് അത് തുടങ്ങുന്നത്. ബാബു ജിബ്രീലിനോട് ചേർത്ത് വെച്ചത് ബാബു നിസാ ആണ്. ബാബു ജിബ്രീൽ ഉണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കണമെങ്കിൽ അതേപോലെ തന്നെ ഇന്നും എന്നും നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ കടന്നിട്ടും ആ ബാബിന്റെ പേര് സ്ത്രീയുടേതായിരിക്കണം. അത് ഇസ്ലാം കർശനമാക്കിയതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ നിലനിർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അർത്ഥത്തിലുള്ള കവാടങ്ങൾ കുട്ടികൾ കണ്ട് അനുഭവിച്ച് അത് സത്യം പറയുമ്പോ സ്വന്തം പിതാവ് പോലും സമ്മർദ്ദത്തിലാവുകയാണ്. സ്വന്തം പിതാവ് പോലും എന്തൊരു കഷ്ടകരമാണ് ആ രംഗം എത്ര കഷ്ടകരമാണ്. സ്വന്തം പിതാവ് കാണിച്ചു കൊടുക്ക ഒരു ഭാഗത്ത് ഉപ്പ കൊണ്ടുപോയിട്ട്
ഈ ഞാനെടുത്ത മുമ്പ് ഈ മിമ്പറിൽ വെച്ച് ഞാൻ പറയുന്നുണ്ട്, പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തറവാട്ടില് കൊടപ്പനക്കൽ തറവാട്ടിൽ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ കൊടപ്പനക്കൽ തങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ മകൻ. അദ്ദേഹത്തിന്റെ മകളാണിപ്പോ ഈ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്നത്. ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അവഹേളിക്കപ്പെടുന്നു. പാണക്കാട്ട് ബീബി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല അദ്ദേഹം പ്രബോധനത്തിൽ എഴുതിയപ്പോ ഞാൻ ആലോചിച്ചു, പടച്ചവനെ, ഈ കാലഘട്ടത്തിലെ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കാര്യവും ഇതും കൂട്ടിയിടിപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാമിക വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ കേരളത്തിൽ സാധിക്കും. അത്രത്തോളം കരുത്തുറ്റ പാണ്ഡിത്യമാണ് ഈ പിതാവിന്. ഇവിടെ തന്നെ ഞങ്ങളൊക്കെ ഈ പള്ളിയുടെ മുൻ പ്രസിഡന്റും അതുപോലെ നമ്മൾ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പലതവണ ഇദ്ദേഹത്തിന്റെ പിതാവ്, ഈ കുട്ടിയുടെ ഫാത്തിമ നസ്രീൻ എന്തോ ഒരു പേരാണ് ആ കുട്ടിയുടെ പിതാവ് വന്നിട്ടുണ്ട് പലതവണ. 17 വീടുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഈ പിതാവാണ്. അന്നൊക്കെ അനുഗ്രഹീതമായി അദ്ദേഹത്തിന്റെ നിലപാട് അതായിരിക്കണം. ഫിഖിന്റെ നിലപാട് അങ്ങനെയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുനൂത്ത് ഓതുന്നിടത്ത് പോയപ്പോ ഖുനൂത്ത് ഓതാത്തടുത്ത് പോയി അബൂ ഹനീഫയുടെ നാട്ടിൽ പോയപ്പോ ഓതിയില്ല. ഇതേ അനുഭവം ഇദ്ദേഹം പഠിച്ചടിസ്ഥാനത്തിൽ റമദാൻ സംഗമത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം നമസ്കാര ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ് എങ്കിൽ നമുക്കൊന്ന് ആമീൻ ചൊല്ലിക്കൊടുക്കാം, പ്രശ്നമാക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചിരിക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. അത് മഹാന്മാരുടെ ഇമാമിങ്ങളുടെ നിലപാടാണത്. ഇമാമിങ്ങളുടെ നിലപാട് അതാണ് ഇസ്ലാമികളുടെ നിലപാട്. തോന്നുന്നിടത്ത് ഓതുകയും ഓതാത്തിടത്ത് ഓതാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുശേഷമുള്ള പ്രാർത്ഥനയുടെ നിലപാടും അതാണ്. അങ്ങനെ ഇസ്ലാമികമായ നിലപാട് സ്വീകരിക്കുന്ന മഹാരഥന്മാരെ അവരെ പിന്തുണച്ച് സഹായിച്ച് അവർക്ക് ശക്തി പകരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന ചോദ്യമാണ് ഈ പെൺകൊടിയിലൂടെ, ഈ പെൺമകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിന്തുണക്കുവാൻ സന്നദ്ധമാണോ? അപ്പോൾ ആ അർത്ഥത്തിൽ നിസ്സഹായാവസ്ഥയിൽ സഹായിക്കുന്നവരായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കേണ്ടതുണ്ട്. അതിന്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതല്ല, നേരെ മറിച്ച് ഈ യാഥാർത്ഥ്യത്തിന്റെ സത്യങ്ങൾ എന്താണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇസ്ലാം പറഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ മക്കയില്. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പ്രശ്നങ്ങൾ. യാഥാർത്ഥ്യം ജനത്തിന് മനസ്സിലാക്കാൻ ആ വിവാദങ്ങൾ സഹായിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഗതികൾ ഇട്ടുവരുമ്പോ അതിൽ നിന്ന് നന്മയിലേക്ക് അതിനെ തിരിച്ചുവിടുവാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആധുനിക ഫറോവനിസത്തെ നേരിടാൻ നമ്മുടെ പെൺകൊടികൾ മുന്നിൽ വേണ്ടതുണ്ട്. ഫറോവനിസം എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് ഈ സമുദായത്തിനകത്തുള്ള ആളുകളെ അല്ല ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫാസിസ്റ്റുകളെ നേരിടാമെങ്കിൽ നമ്മളുടെ പെൺകുട്ടികൾ ഇറങ്ങേണ്ടതുണ്ട്. അവർക്ക് മറുപടി നമ്മുടെ പെൺകുട്ടികള് പഠിച്ച് നമ്മുടെ മക്കളെ, കാരണം അവരുടെ അടുത്താണ് മക്കൾ ഉണ്ടാവുക, തലമുറകൾ ഉണ്ടാവും. അവർ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാക്കളായിട്ട് നമ്മുടെ പെൺകുട്ടികൾ മാറേണ്ടതുണ്ട്. അതിനവർക്ക് ശക്തി പകരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കും നിങ്ങൾ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്രിഹി ജഹന്നമ വസാഅത് മസീറ. സൂറത്തുൻ നിസാഇൽ വനിതകൾ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നേർമാർഗം ഏതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം, യഥാർത്ഥ സത്യം എന്താണ് എന്ന് മക്കയിലും മദീനയിലും ഉൾപ്പെടെ അന്ന് മുതൽ ഇന്നും എന്നും നടന്ന ചരിത്ര സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ന് ഈ സംഭവത്തോട് ചേർത്തുകൊണ്ട് നമ്മൾ പറയണം, നേർമാർഗം ഏതാണ് എന്ന് സത്യമായി വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം പ്രവാചകന്റെ കൽപ്പനക്കെതിരായി നിൽക്കുക, പ്രവാചകന്റെ നിലപാട് എന്താണോ അതിനെതിരെ നിൽക്കുകയും വിശ്വാസികളുടേതല്ലാത്ത പാതയിൽ മുന്നേറുകയും ചെയ്താൽ, വിശ്വാസികളുടെ പാത പള്ളിയിലും അവർക്ക് സ്ഥലമുണ്ട്, വീടകങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ട്, റസൂലിന്റെ കാലത്ത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അങ്ങനെ റസൂലിന്റേതല്ലാത്ത ചില മാർഗങ്ങൾ പിൻപറ്റുകയും ചെയ്താൽ അവർ തിരിഞ്ഞ വഴിയിലേക്ക് തന്നെ തിരിച്ചുവിടും. അവർക്ക് മനസ്സിലാവില്ല, പിന്നെ പറഞ്ഞാൽ കണ്ടാലും മനസ്സിലാവാത്ത ഒരവസ്ഥയിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് അവരെന്ത് ചെയ്യും, തിരിച്ചുവിടും. അവസാനം നാം അവരെ നരകത്തിലേക്ക് തള്ളുകയും ചെയ്യും. അത് എത്ര ചീത്തയായ ഗേഹം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു ഈ ആയത്ത് ഓതിയത് ഇതിന് ശേഷം പറഞ്ഞ ആയത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ലലാലൻ ബഈദ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്ന് ഇന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് ജനങ്ങൾ ഏതൊരു മേഖലയിൽ, രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ അങ്ങോട്ട് തിരിക്കുന്നതിന് പകരം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എത്തിപ്പെടാനുള്ളത് ശിർക്കിലാണ്. ഏതൊരു മേഖല, ആരാധന മേഖലയിലാവട്ടെ ആധിപത്യ മേഖലയിലാവട്ടെ, നിങ്ങൾ പിന്നീട് എത്തിപ്പെടാനുള്ളത് ശിർക്കാണ്.
പിന്നെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അങ്ങനെ എങ്ങാനും അള്ളാഹുവിൻ്റെതല്ലാത്ത റസൂലിൻ്റെതല്ലാത്ത പാതയിലേക്ക് തിരിച്ചു വിട്ടിട്ട് നിങ്ങളെങ്ങാനും ശിർക്കിന് വിധേയപ്പെട്ടു കഴിഞ്ഞാൽ പൊറുക്കില്ലട്ടോ. അതല്ലാത്തതൊക്കെ ഞാൻ വേണമെങ്കിൽ പുറത്തു വരാൻ ഉദ്ദേശിക്കുന്നിടത്ത് ഷിർക്കുണ്ടല്ലോ, ഷിർക്കലല്ലേ നമ്മൾ പലപ്പോഴും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും ഒക്കെ നടമാടുന്ന സംഘങ്ങൾക്ക് രാവും പകലും വോട്ട് പിടിക്കേണ്ട. ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ മത്സരം എന്താണ്? പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ പേരിൽ തന്നെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് എന്നിട്ട് കൂത്താട്ടം നടത്തി എന്നിട്ട് രാത്രി കള്ള് കുടിച്ചുകൊണ്ട് ആടിക്കൊണ്ടാണ് വോട്ട് പിടുത്തത്തിന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പല സ്ഥലം, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെ നടത്തി കൊടുത്തിട്ട് മറിക്കുകയാണ്. എന്നിട്ട് കള്ളവോട്ടുകൾ ധാരാളമായി. ഇപ്പോ കഴിയണില്ല, മുമ്പത്തെ മാതിരി ഒന്നും ഇപ്പം വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. കള്ളവോട്ടുകൾ മാത്രമല്ല, ചില വോട്ടുകളൊക്കെ എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ, ചില വോട്ടുകളൊക്കെ ചെയ്യുന്ന ബൂത്തിലൊക്കെ പ്രശ്നങ്ങൾ വരികയാണ്. എങ്ങനെയാണ്? അയാൾക്ക് കണ്ണ് കാണാം, പക്ഷെ കണ്ണ് കാണൂല എന്ന് പറയാം. എന്നിട്ട് അയാൾക്ക് നല്ല പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ വോട്ട് ഞാനാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ എത്ര വോട്ടുകൾ, 10ഉം 200ഉം വോട്ടുകളൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ തടയപ്പെടുകയാണ്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ കള്ളത്തരങ്ങൾ ഹക്കും ബാത്തിലും എല്ലാ മേഖലയിലും വേണമല്ലോ. ഇത് എങ്ങനെ ചെയ്തിട്ട് എവിടേക്കാ അത് കൊണ്ടുകൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും ഒക്കെ വിളമ്പുന്ന അവസാനം എന്താണ്? ഈ പള്ളിയിൽ വന്ന നല്ല ബോധം ഉണ്ടാവും, തൗഹീദിനെ കുറിച്ച് ബോധം ഉണ്ടാവും. പക്ഷെ പള്ളി തടയുക വഴി എന്ത് സംഭവിക്കുന്നു? ഈ മാതാവും പിതാവും മക്കളും ഒക്കെ തലമുറകളൊക്കെ ഷിർക്കിൽ വരെ അകപ്പെടുന്നു. ആരാധന മേഖലയിലും ആധിപത്യ മേഖലയിലും ഒക്കെ ഷിർക്കിൽ. ഇയ്യാക്കന അബുദുവിലും പോകുന്നു, ഇയ്യാക്കന ഇസ്തിയാദത്തിലും പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ എങ്ങാനും നിങ്ങൾ എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂലിന്റെതല്ലാത്ത വഴി നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ സ്വീകരിച്ച് ആ വഴി പോയപ്പോ നിങ്ങൾക്കെങ്ങാനും ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പോയി കേട്ടോ നിങ്ങളുടെ കഥ. അത് പൊറുക്കൂലട്ടോ. അത് പൊറുക്കാണ്ടിരുന്ന പിന്നെ ബാക്കിയൊന്നും പൊറുക്കൂലെന്നർത്ഥം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല എന്ന് പറഞ്ഞാൽ ബാക്കി അള്ളാഹു പൊറുക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കെങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല. അതല്ലാത്തതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നാൽ പോലും ഇത് പൊറുക്കൂല കേട്ടോ എന്ന്, അത് പുറത്തേക്കാം എന്ന് അള്ളാഹു പ്രതീക്ഷ അർപ്പിക്കുകയും വമൻ യുശ്രിക് എന്തുകൊണ്ടാണെന്നുള്ള പറയാം. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നു എങ്കിൽ അവന്റെ എന്താണ്? അവൻ അങ്ങേയറ്റം വഴിപിഴച്ചുപോയി, അവൻ പരിധി വിട്ടുപോയി. ഇനി അവന് തിരിച്ചെടുക്കുവാനോ സാധ്യമല്ലാത്ത വിധം അവൻ വഴിപിഴച്ചു പോയി എന്നാണ്. അതുകൊണ്ട് സഹോദരികളെ കൂട്ടി വരണം നമ്മൾ പള്ളിയിലേക്ക്. ഉമ്മനെയും വല്യമ്മനെയും ഒക്കെ കൂട്ടി വരാൻ പറ്റുമോ എന്ന് നോക്കണം. അതിന് ആദ്യം പെരുന്നാൾ ഈദ്ഗാഹിൽ, പള്ളിയിലേക്കല്ല ഉമ്മ എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം. പള്ളിയിലേക്കല്ല, ഈദ്ഗാഹിലാണ്. അവിടേക്കൊന്നു വാ എന്ന് പറഞ്ഞ് കൊണ്ടുവരണം. അങ്ങനെ ഈദ്ഗാഹിലേക്കും അങ്ങനെ ക്രമപ്രബുദ്ധമായി അള്ളാഹുവിന്റെ ഭവനം അവർക്ക് ജീവിച്ചിരിക്കെ തന്നെ അനുഭവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലെ നന്മകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 27 ഇരട്ടി പ്രതിഫലം തന്നെയുള്ള ജമാഅത്താണ്. അതേപോലെ സ്വന്തം മക്കൾക്കും കുടുംബത്തിനും പള്ളിയുമായുള്ള ബന്ധമാണ്. ജാതി മത ഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ്. അവസാനം ഖുർആൻ പഠിക്കുന്ന കൂട്ടായ്മയിലേക്കാണ് അവർ പള്ളിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത്തികാഫ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലാണ്. വലിയ കവാടം തന്നെ, ഇസ്ലാമിന്റെ ദീനിന്റെ വലിയ കവാടം തന്നെ, അതിന്റെ കേന്ദ്രമാണ് അള്ളാഹുവിന്റെ ഭവനം. അതിനു വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തടയുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്. തന്നെ അള്ളാഹു വമൻ അദ്ലമു മിമ്മൻ മനാ മസാജിദ അല്ലാഹി അയുദ്കറ ഫിഹ ഇസ്മുഹു വസആ ഫി അറാബിഹ. അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് അവന്റെ നാമം സ്മരിക്കുന്നതിന്, ദിക്ർ ഖുർആൻ പഠിപ്പിക്കുന്നതിനെ അതിനെ വിലക്കുക. അതിന് എന്തിനോടാ ചേർത്ത് വച്ചിരിക്കുന്നത്? അവയുടെ നാശത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. രണ്ടും ഒന്നാ. അതിനെ വിലക്കുന്നതും നാശത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. അവനെക്കാളും വലിയ അക്രമി മറ്റാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ആയത്തുകൾ സന്ദർഭോചിതം ഉപയോഗപ്പെടുത്തുവാനും ബോധവൽക്കരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ ഏതൊരർത്ഥത്തിൽ കണ്ടാലും അതിനെ അനുഗ്രഹീതമാം വിധം പിൻപറ്റി അതിനെ പ്രോത്സാഹിപ്പിച്ച് രംഗത്ത് കൊണ്ടുവരാനുള്ള കഴിവും തൗഫീഖും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.